ഇപ്രകാരം നമുക്ക് അഭിനന്ദ സഫ്രഗൻ തിരുമേനിയെ ഓർക്കുന്നതിനും തിരുമേനിയുടെ നമുക്ക് ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതിനും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അപ്രകാരം കൂടി വരുന്നതിനും ഇടയാക്കുന്ന ദൈവത്തിന് സ്തുതി. എന്തിനാണ് ഇതുപോലുള്ള സ്മാരക പ്രഭാഷണങ്ങളും കൂട്ടായ്മകളും? ഇതുപോലൊരു മനുഷ്യൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നുവെന്നും ഇതുപോലൊരു പിതാവ് നമ്മെ സ്നേഹിച്ചിരുന്നുവെന്നും ഇതുപോലെ ദൈവവചനം പ്രഘോഷിച്ച ഒരു ദൈവദാസൻ നമുക്ക് മാതൃകയായിട്ടുണ്ടായിരുന്നുവെന്നും പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൂട്ടായ്മ. ഡെഡ് ആൻഡ് ഗോൺ, ഈ ഒരു ചിന്ത സഭയ്ക്കില്ല, വിശ്വാസികൾക്കില്ല. ചത്തു മരിച്ചു കടന്നുപോയി എന്നല്ല. ദേ ആർ ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. ദൈവത്തോട് ചേർന്ന് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. മരണം എന്ന് ഒന്നില്ല എന്നും മരണം ഒരു ഉറക്കം എന്നും കർത്താവ് നമ്മെ പഠിപ്പിച്ചു. കർത്താവ് തൻ്റെ മഹത്വമുള്ള എഴുന്നള്ളത്തിൽ മരിച്ചുപോയവർ അക്ഷയരായി ഉയർക്കുമെന്ന് സഭ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്രകാരം നമ്മോടുകൂടി ജീവിച്ച അനുഗ്രഹകരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന അഭിമന്യ തിരുമേനിയെ നമുക്ക് മറക്കാൻ കഴിയുമോ? തിരുമേനിക്ക് റാന്നി ഭദ്രാസനത്തോട് അദമ്യമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. പല പ്രാവശ്യം സിനഡിൽ തിരുമേനിക്ക് ഒരു ട്രാൻസ്ഫർ എന്ന് ചിന്തിക്കുമ്പോൾ തിരുമേനി പറയും, നിങ്ങൾ റാന്നിക്കാരോട് ചോദിക്കുക, അവർക്കെന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. ഈ ഒരു ആത്മബന്ധം ആണ് ഇഴയടുപ്പമുള്ള ഒരു ബന്ധത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും സ്നേഹിക്കാൻ ഇവിടെ നിലനിർത്തിയതുമായ വലിയ സ്നേഹത്തിൻ്റെ ആഴം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എലിമിനേറ്റ് ദ ഡിസ്റ്റൻസ്. പ്രിയപ്പെട്ട ബോബി അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം ഈ ഇഴയടുപ്പമുള്ള ബന്ധം ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും തമ്മിലും ദൈവത്തിൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇടയടുപ്പമുള്ള അകലങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നതും പഠിപ്പിക്കുന്നതും. അന്തരങ്ങൾ ഒഴിവാക്കുക എന്നതിനേക്കാൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, അകലങ്ങൾ ഒഴിവാക്കുക. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് തോന്നിപ്പോവും. ബന്ധങ്ങൾ കുറയുന്ന ഒരു കാലം. വീടുകളിൽ ബന്ധങ്ങൾ കുറയുകയാണ്, സഹോദരങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ കുറയുകയാണ്, വിശ്വാസികൾ തമ്മിൽ അന്തരങ്ങൾ കുറയുകയാണ്, മെത്രാന്മാർ തമ്മിൽ ബന്ധങ്ങളിൽ കുറവുള്ളവരാണ്, അകലങ്ങളാണ്, രാജ്യങ്ങൾ തമ്മിൽ അകലങ്ങളാണ്. എങ്ങനെ നമുക്കിത് തിരിച്ചു പിടിക്കാം? എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം ദൈവരാജ്യമായി നിലനിൽക്കണമെങ്കിൽ ബന്ധങ്ങളിൽ ശക്തി പ്രാപിക്കണം. പത്രം വായിച്ചാൽ നമുക്കറിയാം, എന്തോ ഒരു വികൃതമായ ഒരു നരകതുല്യമായ ഒരു ജീവിതമാണ്. 100% സാക്ഷരതയുള്ള ഈ കേരളത്തിൽ ദിവസവും കൊലപാതകങ്ങളാണ്. അത് അപ്പനും അമ്മയും മക്കളും തമ്മിലാണ്. ഒരമ്മ പ്രലപിക്കുന്നു, രാത്രിയിൽ മകൻ വന്ന് മുട്ടിയാൽ കതക് തുറക്കാൻ എനിക്ക് പേടിയാണ്. ഇവിടെയാണ് ഈ അകലത്തിൻ്റെ വ്യാപ്തിയും ആഴവും നമുക്ക് മനസ്സിലാകുന്നത്. കതക് തുറക്കാൻ ഒരമ്മയ്ക്ക് മകനെ ഭയമുള്ള ഒരു ലോകത്തിലും കാലത്തിലും നാം ജീവിക്കുന്നു. 100% വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവരാണ്. ജീവിതം നഷ്ടമാക്കി കളയുന്ന ഒരു തലമുറ, ഒരു സമൂഹം. നമുക്കിവിടെ അടുപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ ബന്ധങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പള്ളികൾക്ക് കഴിയുന്നുണ്ടോ? വിശ്വാസത്തിന് കഴിയുന്നുണ്ടോ? പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹം. ഏറ്റവും കൂടുതൽ കൺവെൻഷൻ യോഗങ്ങൾ നടക്കുന്നത് ഈ ജില്ലയിലാണ്. ശബരിമല എവിടെയാണ്? മഞ്ഞനിക്കര എവിടെയാണ്? മാരാമൺ കൺവെൻഷൻ ഇവിടെയാണ്. വിശ്വാസത്തിൻ്റെ പ്രതീകമായ പെരുന്നാളുകളും ഭക്തിസാന്ദ്രമായ ആരാധനകളും ഇവിടെയാണ്. എന്നിട്ടും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യും. വിരോധാഭാസം പോലെ നമുക്ക് തോന്നും അകലങ്ങളിലുള്ള ജീവിതം. വാസ്തവത്തിൽ ഇത് തന്നെയാണ് നരകത്തിൻ്റെ അനുഭവം തന്നെ. ഇനി വേറൊരു നരകം ഇല്ല എന്ന് വേണമെങ്കിൽ തോന്നാം. നമുക്ക് കുറച്ചുകൂടെ തിരിച്ചു പിടിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അത്താനസ് തിരുമേനിയുടെ പ്രസംഗങ്ങളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. ഏത് പ്രസംഗത്തിനും തന്നെ ആകർഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാകുന്ന കർത്താവിനെ പറിച്ച് നമ്മുടെ ഇടയിൽ നട്ടും വളർത്താൻ തക്കവണ്ണം സാന്ദ്രമായ അനുഭവത്തിലൂടെയാണ് തിരുമേനി തൻ്റെ പ്രസംഗങ്ങളെല്ലാം കരുവ് പിടിപ്പിച്ചതും നമ്മെ കോൾമയിൽ കൊള്ളിച്ചതും
തിരുമേനിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ നിന്നും ആളുകൾ ഓടി അടുത്ത് വരുമായിരുന്നു. അവരെ ആകർഷിക്കുന്ന ഒരു വലിയ ശക്തി ക്രിസ്തു കേന്ദ്രീകൃതമായൊരു പ്രസംഗ ശൈലിയായിരുന്നു തിരുമേനിയുടെ. ആ വാഗ്ധോരണിയിൽ നാം അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്ന ഒരനുഭവം. നമുക്ക് അടുപ്പമുള്ള ജീവിതം നയിക്കാം. ഒരു കൊച്ചു ആയുസ്, 4 വിരൽ നീളം മാത്രമുള്ള ഒരായുസ്, അത് നന്നായി ജീവിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തു മാർഗം നമ്മിൽ ഉരുവാകുന്നതും അതിൻ്റെ പ്രയോക്താക്കളായി ജീവിപ്പാൻ കഴിയുന്നത്. അത്താനസ് തിരുമേനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. തിരുമേനിയുടെ അഭാവം നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ തിരുമേനിയുടെ ശ്രേഷ്ഠമായ ജീവിതം നമ്മെ ദൈവത്തിന് നന്ദി പറയുവാൻ പ്രേരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കട്ടിക്കാട് അച്ഛൻ വന്ന് നമുക്ക് ഈ അനുസ്മരണ യോഗം നടത്തി തരുന്നതിൽ സഭയ്ക്ക് അദ്ദേഹത്തോട് വളരെ കടമയും കടപ്പാടുമുണ്ട്, സ്നേഹമുണ്ട്. അത്താനസ് തിരുമേനിയുടെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ആഴത്തിലുള്ള ബന്ധമാണ്. ഒരു കൺവെൻഷൻ കഴിയുന്ന അന്ന് തന്നെ തിരുമേനി പറയും, അടുത്ത ആണ്ടിൽ ഇതേ സമയം ഇതേ തീയതിയിൽ കൺവെൻഷന് വന്നിരിക്കണം. തിരുമേനിക്ക് ഒരു പ്രസംഗം ഇഷ്ടപ്പെട്ടാൽ പ്രസംഗകനെ അന്ന് തന്നെ ബന്ധിച്ച് നിർത്തും. അപ്രകാരമുള്ള അനുഗ്രഹീതമായൊരു ശ്രേഷ്ഠ നേതൃത്വമാണ് നമുക്ക് അത്താനസ് തിരുമേനിയിൽ കൂടെ ലഭ്യമായതും